അപ്പോൾ ആദ്യം തന്നെ ബിരിയാണീൻ്റെ മേലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ വറുത്ത് കോരിയെടുക്കണം കേട്ടോ. നമ്മൾ എണ്ണ നെയ്യും എടുത്തിട്ടുണ്ട്. അതിലോട്ട് വലിയുള്ളി, വെളുത്തുള്ളി, പുതിന, പിന്നെ കാഷ്യൂ, കിസ്മിസ് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് കറിവേപ്പില, സ്പൈസസ്, അതുപോലെ വലിയ ജീരകം വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ എണ്ണയും നെയ്യും കൂടെ ഈക്വലായി എടുത്തിട്ടുണ്ട്. സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 8 വലിയുള്ളി 2 കിലോ അളവിലാണ് കേട്ടോ. പിന്നെ പച്ചമുളക്, പിന്നെ ഇതാ കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പുതിന, മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ അരി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ക്യാരറ്റ്, കറിവേപ്പില, എല്ലാ സ്പൈസസും, നാരങ്ങി, വെളിച്ചെണ്ണ ഇട്ടിട്ട് കൈവച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അത് തിളച്ച ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കണം, ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ എല്ലാ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾ, മുളക്, മല്ലി, അതുപോലെ ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം അത് തന്നെ വരും കേട്ടോ. പിന്നെ ഒരു 2 നാരങ്ങയുടെ നീരും 1 കപ്പ് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് വെന്ത ശേഷം വീണ്ടും പുതിന, മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോറും വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ദമ്മിട കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ മല്ലിയില, പുതിന കൊത്തിരിഞ്ഞത്, വറുത്ത എല്ലാതും, പിന്നെ വറുത്ത എണ്ണയും നെയ്യും കൂടെ അതും മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണി റെഡി. അപ്പോൾ സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. എൻ്റെ സിസ്റ്ററിൻ്റെ സ്വന്തം റെസിപ്പിയാണ്, ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് കഴിച്ചത്. ബിരിയാണിയും അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും പിന്നെ ബീഫ് ഫ്രൈയും പിന്നെ സാലഡ് അതുപോലെ ഉള്ളിയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം.